1000 ഗോളുകളെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അദ്ദേഹം കുതിക്കുകയാണ്. ഇന്റർനാഷണൽ ഫുട്ബോളിൽ മാത്രം 140-ലധികം ഗോളുകൾ. ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു. 220-ൽ പരം മത്സരങ്ങൾ തന്റെ രാജ്യത്തിനു വേണ്ടി കളിച്ച മറ്റൊരു താരം ലോകത്തില്ല. അദ്ദേഹം വെറുമൊരു കളിക്കാരനല്ല, ഒരധ്വാനത്തിന്റെ പ്രതീകമാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ CR7 എന്ന് വിളിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വേഗത കണ്ട് കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് അബേലിൻഹ എന്നായിരുന്നു, അതായത് കൊച്ചു തേനീച്ച. പിന്നീട് അദ്ദേഹം ഗോട്ട് എന്നറിയപ്പെട്ടു. റയൽ മാഡ്രിദിലെ ഗോൾ മഴ കണ്ടപ്പോൾ ആരാധകർ അദ്ദേഹത്തെ മിസ്റ്റർ ചാമ്പ്യൻസ് ലീഗ് എന്ന് വിളിച്ചു. 5 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം, 5 ബാലൻ ഡിയോർ പുരസ്കാരങ്ങൾ, 4 യൂറോപ്യൻ ഗോൾഡൻ ഷൂ. ടോപ്പ് 10 ഗോൾ 10ാം സ്ഥാനത്ത് ഞാൻ വയ്ക്കുന്നത് 2018 ലോകകപ്പിൽ സ്പെയിനിനെതിരെ അദ്ദേഹം നേടിയ ആ ഫ്രീ കിക്കാണ്. മത്സരത്തിന്റെ അവസാന നിമിഷം സമ്മർദ്ദം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആ പന്ത് ഡേവിഡ് ഡി ഗിയയെ കാഴ്ചക്കാരനാക്കി വലയിലേക്ക് വളഞ്ഞു കയറിയത് ഇന്നും കൺമുന്നിലുണ്ട്. 9ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു വേണ്ടി ആഴ്സണലിനെതിരെ ഏകദേശം 40 വാര അകലെ നിന്ന് തൊടുത്ത ആ റോക്കറ്റ് ഷോട്ട്. 8ാം സ്ഥാനത്ത് ഇറ്റലിയിലെ സാംദോറിയയ്ക്കെതിരെ യുവന്റസിനു വേണ്ടി നേടിയ ആ ഹെഡർ ഗോൾ. ഏതാണ്ട് 2.56 മീറ്റർ ഉയരത്തിൽ ചാടി വായുവിൽ സെക്കൻഡുകളോളം തങ്ങി നിന്നാണ് അദ്ദേഹം ആ പന്ത് തലകൊണ്ട് വലയിലാക്കിയത്. ശരിക്കും ഒരു സൂപ്പർമാൻ ലാൻഡിംഗ്. 7ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിനു വേണ്ടി എസ്പാനിയോളിനെതിരെ ഡിഫൻഡർമാരെ ഡാൻസ് കളിപ്പിച്ച് നേടിയ ഗോൾ. 6ാം സ്ഥാനത്ത് ചാമ്പ്യൻസ് ലീഗിൽ പോർട്ടോക്കെതിരെ നേടിയ ആ ലോങ് റേഞ്ച് ബുള്ളറ്റ് ഷോട്ട്. ഈ ഗോളിനാണ് ആദ്യമായി പുഷ്കാസ് അവാർഡ് ലഭിച്ചത് എന്നത് മറ്റൊരു ചരിത്രം. 5ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ തട്ടകമായ ക്യാമ്പ് നൗവിൽ അവരെ നിശബ്ദരാക്കി കാൽമ നേടിയ ആ ഫിനിഷ്. 4ാം സ്ഥാനത്ത് വലൻസിയയ്ക്കെതിരെ നേടിയ ആ അവിശ്വസനീയമായ ബാക്ക് ഹീൽ വോളി. 3ാം സ്ഥാനത്ത് പോർച്ചുഗലിനു വേണ്ടി ഹംഗറിക്കെതിരെ നേടിയ മനോഹരമായ ഫ്ലിക്ക് ഗോൾ. 2ാം സ്ഥാനത്ത് 2008-ൽ പോർട്സ്മൗത്തിനെതിരെ നേടിയ ആ ഐതിഹാസികമായ നക്കിൾ ബോൾ ഫ്രീ കിക്ക്. പക്ഷെ 1ാം സ്ഥാനം അത് മറ്റാർക്കുമല്ല, 2018-ൽ യുവന്റസിനെതിരെ അദ്ദേഹം നേടിയ ആ ബൈസിക്കിൾ കിക്ക്. സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആ നിമിഷം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ആ ഉയരവും ആ ടൈമിങ്ങുമൊക്കെ ചിന്തിക്കാവുന്നതിലുമപ്പുറമാണ്. റെക്കോർഡുകളുടെ കാര്യമെടുത്താൽ 5 വ്യത്യസ്ത ലോകകപ്പിൽ ഗോളടിച്ച ഏക താരം, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റും നേടിയ താരം, റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ. പട്ടിക തീരുന്നില്ല. യൂറോ കപ്പിലും നേഷൻസ് ലീഗിലും തന്റെ രാജ്യത്തെ കിരീടത്തിലേക്ക് നയിച്ച ആ പോരാട്ടവീര്യം എന്നും മാതൃകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവന്റസ്, ഇപ്പോൾ അൽ നസർ. കളിച്ചയിടത്തെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.